പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഒന്നാമത്തെ പ്രശ്നമായി എനിക്ക് തോന്നുന്നത് അവിടെ ഈ ജനാധിപത്യം അനുഭവിക്കാൻ അവിടുത്തെ സാധാരണക്കാരന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പുതിയ സാഹചര്യത്തിൽ അവിടെ മിക്കവാറും എല്ലാ നിയന്ത്രണവും ബ്യൂറോക്രാറ്റുകളുടെ കയ്യിലാണ്. ആ ബ്യൂറോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് സോനം വാങ്ചുക്കിനെ പോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഒന്നും അത്തരം ആളുകൾക്കൊന്നും അതൊരു പരിധിക്കപ്പുറത്ത് താങ്ങാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് അദ്ദേഹം നിരാഹാര സമരവുമൊക്കെയായി രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് പിന്നീട് ഒരു വലിയ സംഘർഷത്തിനും കലാപത്തിനുമൊക്കെ വഴിമാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ നേരിട്ട് അവിടുത്തെ ആളുകൾക്ക്, അതായത് അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി എന്താണ് അവിടെ സംഭവിച്ചതെന്നും ആരാണ് ഉത്തരവാദിയെന്നും നേരിട്ട് അവിടുത്തെ സാധാരണക്കാർ കാണുന്ന ആരെയാണ്, അത് BJP ആണ്. അതുകൊണ്ടാണ് നേരിട്ട് BJPയുടെ ഓഫീസിന് തന്നെ തീടുന്നത്. ചിലയിടങ്ങളിലൊക്കെ BJP പ്രവർത്തകരുണ്ട് അവിടെ എല്ലാ BJP പ്രവർത്തകരും നശിച്ചു പോയിട്ടൊന്നുമില്ല. BJP പ്രവർത്തകരും ഈ സമരം ചെയ്യുന്നവരും ഒക്കെ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, സർക്കാർ ഇതിനെ ഈ കൃത്യമായ അതായത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്, ഈ പ്രക്ഷോഭകാരികൾ പറയുന്നത്. അത് അവിടുത്തെ തൊഴിലില്ലായ്മ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ വലിയ വികസനം സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ. പക്ഷേ അത്തരം വികസനം അവിടുത്തുകാർ ആഗ്രഹിക്കുന്നില്ല. അതല്ല അവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കണ്ടത്. ലക്ഷദ്വീപിൽ കണ്ടപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ലക്ഷദ്വീപിലെ വലിയ വികസനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അവിടുത്തെ അവിടുത്തെ ആളുകൾ സാധാരണക്കാരെന്താണ് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്? അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് അങ്ങനെ ഒരു സംഗതി, സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്നവർക്ക്, ജീവിക്കുന്നവർക്ക് അവിടുത്തെ പരിസ്ഥിതിയും അവിടുത്തെ ആളുകളുടെ താല്പര്യവും ഒക്കെയായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും വേറെയുണ്ട്. അവിടെ അത് തന്നെയാണ് ലഡാക്കിൽ അവർക്ക് അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത് പരിസ്ഥിതിക്കാണ്. അവിടുത്തെ പരിസ്ഥിതി, ആ സാഹചര്യത്തെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിന് അവിടെ ബുദ്ധമത വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അവർക്ക് ആ തരത്തിൽ തന്നെ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും സൗകര്യവും അവിടെയുണ്ട്. അതങ്ങനെ തന്നെ കൊണ്ടുപോകണം. എന്നാൽ അവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കണം, കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സ്ഥിതി വേണം. ഇതൊക്കെ അവർക്ക് ആവശ്യമായി ഉണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ വരുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിന് മറ്റൊരു പ്രധാനപ്പെട്ട താല്പര്യമുണ്ട്. അത് ചൈനയുമായിട്ട് നിരന്തരം ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് ആ നിലയ്ക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ട കൂടുതൽ കർക്കശമായ ഇടപെടൽ ആ പ്രദേശത്തേക്ക് നടത്തുന്നു. ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ വികസനം ഉണ്ടാവട്ടെ, അത് ആ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാവട്ടെ, ആ പ്രദേശത്തിന് ഇണങ്ങുന്നതാവട്ടെ, അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവർക്ക് പ്രത്യേകം തൊഴിൽ വേണം, സ്റ്റേറ്റ് വേണം, അവർക്ക് സ്വയംഭരണ അവകാശം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട്, എങ്ങനെയാണ് അത് അനുഭവവേദ്യമാവുന്നത് എന്നത് ബോധ്യമായിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പ്രൊട്ടസ്റ്റാണ്.